അന്വേഷണം പറ്റാൻ ഞാൻ എന്റെ മൊയ് കിട്ടത് നിങ്ങൾ മൊയ് എടുപ്പിക്കും. ഞാൻ കൊടുത്ത മൊയ് ഇത് ഞാനാണോ എനക്കറിയുന്നതിനാ എന്റെ ഇവിടെ എന്നോട് ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, നാട്ടിനകത്ത് പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്താൻ പറ്റിയെന്നാ അപ്പൊ സ്വാഭാവികമായിട്ട് ഷെയർ ചെയ്ത് എന്താ ഞാൻ എല്ലാ സാധനവും ഷെയർ ചെയ്യുന്ന അതുപോലെ ഷെയർ ചെയ്ത് പറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ എന്നോട് ഞാൻ നിങ്ങൾ എന്ത് അന്വേഷണത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ അന്വേഷണത്തിൽ നമ്മൾ തയ്യാറാണ്. നിങ്ങൾ പ്രതികളെ പിടിക്കണം എന്നാ പറഞ്ഞുള്ളൂ. ഞാൻ പ്രതി പിടിക്കണ്ടെന്ന് എവിടെയെങ്കിലും നിങ്ങൾ എന്നെ ഇതായിട്ട് പറയില്ല. ഞാൻ പ്രതി നിങ്ങൾ പിടിക്കി പെഞ്ഞാന്ന് ഞാൻ ഞാനല്ല ഞാനുണ്ടെങ്കിൽ പിന്നെ ഇതായിട്ട് ഇതിന്റെ ഞാൻ എന്റെ മൊയ്യൊന്നും എടുക്കും. മൊയ് നിങ്ങൾ പുറത്തുവിടും പറ ഞാൻ കൊടുത്ത മൊയ്. പറയാൻ ഒത്തിരിയുണ്ട്. കേസ് കോടതിയിലാണ്. പറയേണ്ടെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല. എന്നാലും 200 പേർക്ക് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. എന്റെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ 250ഓളം ആളുകളുണ്ട്. അതിൽ തിരുവള്ളൂരിലെ അടിയുറച്ച കോൺഗ്രസുകാരുണ്ട്. ഹരിപ്രസാദ് CK മുതൽ എന്റെ സുഹൃത്ത് അലമീൻ വരെ എന്റെ പ്രദേശത്തെ കോൺഗ്രസുകാരുടെ മക്കൾ, കോൺഗ്രസുകാരായിട്ടുള്ളവർ, എന്റെ അയൽപക്കമുള്ളവർ, അവരൊക്കെ ഞാൻ ബ്രോഡ്കാസ്റ്റ് ഉപയോഗിച്ച പോസ്റ്ററുകളും ഭരണമുള്ളപ്പോൾ വികസന നേട്ടങ്ങളും പ്രതിപക്ഷത്തിന്റെ പൊള്ളത്തരങ്ങളും തുറന്നു കാണിച്ചുള്ള ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട്. അന്ന് സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ 200 പേർക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള കോൺഗ്രസുകാരുടെയും മറ്റ് എന്റെ പോഡ്കാസ്റ്റ് ഉള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 200 പേർക്ക് വേണ്ട ഒരു 10 പേർക്ക് അയച്ചിട്ടുള്ള ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ കാണിച്ചു തന്നാൽ ഇത് ചെയ്ത് ഞാനാണെന്ന് ഉറപ്പിച്ചോ? അതേടോ ക്രിമികീടം, അതേടോ ക്രിമിനൽ വർഗീയവാദി ചെറ്റെ, നീ തന്നെയാണ് എന്ന് ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അതിന് ഈ ക്രിമികീടത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇപ്പോ നിങ്ങള് എന്റെ പ്രേക്ഷകര് നിങ്ങൾ ആദ്യം കേട്ടത് ഇതേ ക്രിമികീടത്തിന്റെ വാക്കാണ്. നിങ്ങൾ ആ ഭാഷ കണ്ടില്ലേ? ആ സ്ലാങ് കണ്ടില്ലേ? എക്സാക്ട് ഈ വടകര പ്രദേശത്തെ സ്ലാങ് അല്ലേ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? കൃത്യമായിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന റിബേഷ് ബാലകൃഷ്ണനെയും ജിതിൻ ഭാസ്കറിനെയും അടങ്ങുന്ന ആളുകളെ ഈ SIT അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെ തിരുവള്ളൂർ കൂട്ടായ്മ എന്ന ഗ്രൂപ്പിൽ ഇവനിട്ട പോസ്റ്റാണ്. തിരുവള്ളൂർ കൂട്ടായ്മ എന്ന ഗ്രൂപ്പിൽ ഇവനിട്ട വോയിസ് ക്ലിപ്പാണ്. ജിതിൻ ഭാസ്കരൻ എന്ന് പറയുന്ന വർഗീയ ക്രിമിനലിന്റെ യഥാർത്ഥ ഒറിജിനൽ ശബ്ദം. ഇനി സഖാക്കള് അതും AI ആണെന്ന് പറഞ്ഞുകൊണ്ട് കോവിന്ദന്റെ സ്ഥിരം വാദവുമായിട്ട് ഇറങ്ങി വരണ്ട. കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങൾ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് ഹരാർപ്പണം നടത്തി മാലയിട്ട് സ്വീകരിച്ച് പേരാമ്പ്ര അങ്ങാടിയിലൂടെ ഇൻകിലാബും വിളിച്ചു നടത്തിയത് ഈ ക്രിമിനലിനെയാണ്, ഈ വർഗീയവാദിയെയാണ്. ഇപ്പൊ നിങ്ങൾ കേട്ട ഓഡിയോയില് എന്താണ് പച്ചക്ക് പറയുന്നത്? ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സമ്മതിച്ചു. എനിക്ക് പറ്റിപ്പോയതാണ് എന്നല്ലേ ആ വാക്കിൽ പറയുന്നത്? ജിതിൻ ഭാസ്കരൻ ഇവന്റെ നാവ് കൊണ്ട് പറഞ്ഞത് എന്താ? എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് ഞാന് പോലീസുകാരുടെ മുമ്പിൽ സമ്മതിച്ചു. എടോ ക്രിമിനൽ വർഗീയവാദി, എടോ ക്രിമിനൽ വർഗീയ സഖാക്കളെ, ഇത് പറ്റിപ്പോയതല്ല. പിടിക്കപ്പെട്ടപ്പോൾ പറ്റിപ്പോയതാക്കാനുള്ള ശ്രമം നടത്തിയതാ. മനസ്സിലായില്ലേ? നീ തന്നെ ഇപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഇത് ഡിജിറ്റൽ കാലഘട്ടമാണ് അല്ലെ? ഇപ്പൊ ഷെയർ ചെയ്തതൊക്കെ മാക്സിമം ഡിലീറ്റ് ചെയ്തും പിൻവലിച്ചിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ വെല്ലുവിളിക്കുന്ന ഇവന്റെ വാക്കുകളാ. അതും പോലീസുകാരോട് പറഞ്ഞ വാക്കുകളല്ല. തിരുവള്ളൂർ കൂട്ടായ്മ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പില് ഈ ജിതിൻ ഭാസ്കരൻ എന്ന് പറയുന്ന വർഗീയ ക്രിമിനൽ അവന്റെ നാവ് കൊണ്ട് മൊഴിഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റിപ്പോയതാണെന്ന് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. എന്റെ മൊഴി നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കേൾക്ക് എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോ ഇവൻ നിങ്ങളൊന്ന് ആലോചിച്ച്, ജയിലിൽ നിന്ന് ഇറങ്ങുന്നു, മാലയിട്ട് സ്വീകരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ഇതൊക്കെ നടത്തിയ ആളുകള് ഇന്നലെ ഇതേ റിബേഷ് ബാലകൃഷ്ണൻ എന്ത് ചെയ്തു? ഫേസ്ബുക്കിൽ കുറിച്ചു. എന്ത്? താൻ വെല്ലുവിളിക്കുക 10 പേരെ, 200 പേർക്ക് വേണ്ട 10 പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ഈ മഹാൻ തന്നെ സമ്മതിക്കുന്ന ഓഡിയോ ആണല്ലോ നിങ്ങൾ കേട്ടത്. ഇനി ഇതിന് തെളിവ് വേണോ? അതും ഒരു ഡിജിറ്റൽ തെളിവ്. ഏതൊക്കെ രീതിയിൽ ഇല്ലാതെയാക്കാമെന്നുള്ളതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട് അല്ലേ? അതും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ, വാട്സപ്പിലാണെങ്കിൽ നമ്മൾ അയക്കുന്ന ഓരോ സന്ദേശങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ പിൻവലിക്കാം, ഡിലീറ്റ് ചെയ്യാം.
ഇനി ഒന്നുമല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡിസപ്പിയറിംഗ് മെത്തേഡിലേക്ക് മോഡിലേക്ക് മാറ്റിവെക്കാം. അതിനും സമയപരിധി നിശ്ചയിക്കാം, അല്ലെ? മണിക്കൂറോ 24 മണിക്കൂറോ അല്ലെങ്കിൽ 6 ദിവസമോ 7 ദിവസമോ 30 ദിവസമോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്ര ദിവസത്തിനാണ് ഉള്ളിലാണ് ഇത് ഓട്ടോമാറ്റിക് ഡിസപ്പിയർ ആവേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തു വെക്കാം. ഇതൊക്കെ ഉണ്ടായിട്ട് അപ്പൊ ഇവനിക്കൊരു കാര്യം ഉറപ്പാ, ഞാൻ ഈ അയച്ചിരിക്കുന്നതൊക്കെ ഓൾറെഡി ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ ഒരു തെളിവുമായിട്ട് ചോദിച്ചാല് അത് കണ്ടുപിടിക്കണേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എസ്പെഷ്യലി ഡിലീറ്റ് ചെയ്യപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കണമെങ്കിൽ ഈ പറയുന്ന വാട്സപ്പിന്റെ പാരന്റിംഗ് കമ്പനിയായ മെറ്റയുടെ അനുവാദം വേണം. അത് പോലീസിനും നിയമവ്യവസ്ഥക്കും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഉള്ളത് കൊണ്ട് വലിയ വെല്ലുവിളികളാണ്. പക്ഷെ ഇവന്റെ ഈ വോയിസ് ക്ലിപ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവ മറന്നുപോയി, അല്ലേ? ഈ വെല്ലുവിളിച്ച ചങ്ങാതി ജയിലിലാവുന്നതിന് മുമ്പ്, അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഈ നടത്തിയ തിരുവള്ളൂർ കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ തന്നെ പറയുന്നു 10 പേർക്ക് അയച്ചതിന്റെ തെളിവ് കാണിച്ചെന്നാൽ ഞാൻ എന്നെ ഏറ്റെടുക്കാം. ഇവൻ തന്നെ പറയുന്നു ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, പറ്റിപ്പോയതാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നീ തന്നെ ഇത് ഏറ്റെടുക്കൊന്നും വേണ്ട. നീ തന്നെയാണ് ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ പോരാളികളിൽ ഒരാൾ. സഖാക്കൾക്ക് എല്ലാവരും പോരാളികളാണല്ലോ. എന്ത് ചെറ്റത്തരം കാണിച്ചാലും, എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും, എന്ത് വർഗീയത അങ്ങ് നിറഞ്ഞു തുളുമ്പിയാലും അവൻ പോരാളിയാണല്ലോ, അല്ലെ? ഈ വർഗീയ കോമരം കാട്ടിക്കൂട്ടിയതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ വർഗീയ കോമരത്തെ, ഈ ക്രിമിനൽ ചെറ്റയെയാണ് സഖാക്കള് കഴിഞ്ഞ ദിവസം മാലയിട്ട് സ്വീകരിച്ച് ഈ പറയുന്ന വടകര അങ്ങാടിയിലൂടെ മുദ്രാവാക്യം വിളിച്ച് കൊണ്ടു നടന്നത്. അപ്പൊ എത്രമാത്രം ഒരു ഇവരുടെ മനസ്സൊന്ന് നോക്കൂ നിങ്ങൾ. എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, സഖാവായാൽ എന്ത് ചെറ്റത്തരവും ചെയ്യാം, ജനങ്ങളെ തമ്മിലടിപ്പിക്കാം, കൊലപാതകം, പെണ്ണുപിടി, കൂട്ടിക്കൊടുപ്പ് എന്ന് വേണ്ട എന്ത് ചെറ്റത്തിലും ചെയ്യാം. അപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒന്ന് ഇവനാണെങ്കിൽ മറ്റൊന്ന് വേറെ ചങ്ങായിണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു മെമ്പർഷിപ്പ് കെട്ടിയോളിൻ കൂട്ടി പോയി മെമ്പർഷിപ്പ് എടുത്തവൻ ഞാനിന്ന് ഭൂലോക ചെറ്റയാണെന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് കുറിപ്പും, അതാണ് ഞാൻ ആദ്യം വായിച്ച ഫേസ്ബുക്ക് കുറിപ്പ്. അതിനു മുൻപ് വാട്സപ്പ് കൂട്ടായ്മ, ഈ തിരുവള്ളൂർ കൂട്ടായ്മ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവൻ ഷെയർ ചെയ്ത വോയിസ് ക്ലിപ്പും തമ്മില് അന്തരമില്ലേ? ഇവൻ അത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളാരെങ്കിലും തെളിയിക്കണോ? ഇവൻ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവന്റെ നാവ് കൊണ്ട് പറഞ്ഞ സംസാരമല്ലേ നിങ്ങൾ കേട്ടത്? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ക്രിമിനലിനെയാണ് വടകര അങ്ങാടിയിലൂടെ മാലയിട്ട് മുദ്രാവാക്യം വിളിച്ച് നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ കാര്യങ്ങൾ കൃത്യമാണ്. ഈ വിഷയത്തില് സഖാക്കൾക്ക് വലിയ മൂലം കടച്ചിലുണ്ട്. ആ മൂലം കടച്ചിലുള്ള കാരണം മാത്രമൊന്നുമില്ല. ആ മൂലം കടച്ചിലുള്ള കാരണം എന്ന് പറയുന്നത് ചെയ്ത ചെറ്റത്തരം പിടിക്കപ്പെട്ടു എന്നുള്ളതാ. ആ ചെറ്റത്തരം പിടിക്കപ്പെട്ടപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള വഴിയാണ് ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ കൃത്യമായി പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തല ഊരിയെടുക്കുവാനുള്ള പണി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സഖാക്കൾ എന്ന് പറയുന്നത്, അല്ലെ? വെല്ലുവിളികളൊക്കെ ആവാം, അത് സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ ക്രിമികീടങ്ങളിലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബുദ്ധിക്ക് യാതൊരു സ്ഥിരതയുണ്ടാവൂല, ബുദ്ധി ലെവലേശം ഉണ്ടാവൂല. പക്ഷെ വെല്ലുവിളി, നാവിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ബാക്കിയൊന്നില്ലെങ്കിലും നാവ്, നട്ടല് വരെ വളഞ്ഞായിരിക്കുന്നത്. നട്ടല് നിവർത്തി 4 വർത്താനം പറയാൻ കഴിയില്ല. ആ വളച്ചു വെച്ച നട്ടല് കൊണ്ട്, നാവ് കൊണ്ട് എന്തും വെല്ലുവിളികളാ. മനസ്സിലായില്ലേ? ആ വെല്ലുവിളിയായിട്ടാണ് ഇതിനെയും കാണേണ്ടത്. എന്താണെങ്കിലും നീ സമ്മതിക്കൊന്നും വേണ്ട. ഈ ക്രിമിനൽ സമ്മതിക്കേണ്ട, സഖാക്കൾ ആരും സമ്മതിക്കേണ്ട. സഖാക്കളെ അങ്ങനെ സമ്മതിപ്പിച്ചോളാന്നുള്ള വാശിയൊന്നും ഇവിടെ ആർക്കുമില്ല. പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇത് നിന്റെ വോയിസ് ആണ്. ഈ ജിതിൻ ഭാസ്കരൻ എന്ന് പറയുന്ന ക്രിമിനൽ സഖാവിന്റെ വോയിസ് ആണ്, വർഗീയവാദിയുടെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. ഞാൻ ചെയ്തിട്ടുണ്ട്, പറ്റിപ്പോയതാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു എന്നാണ് ക്രിമിനൽ വർഗീയവാദി അവന്റെ നാവ് കൊണ്ട് പറയുന്നത്. അപ്പൊ ഉറപ്പാണല്ലോ 10 പേർക്കല്ല
10,000 പേർക്ക് ഇവൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.